ഷഹീദ് നേരത്തെ അഭിലാഷ് പറഞ്ഞു, ഷഹീദ് ഈ പുഞ്ചിരിമട്ടം എന്നൊരു ഭാഗത്തേക്ക് അവിടെ ഇതുവരെ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല, അവിടേക്ക് ഷഹീദ് പോകാൻ ശ്രമിച്ചിരുന്നുവെന്ന്. അവിടെ എന്താണ് സംഭവിച്ചത്? ആര്യ, ആ പുഞ്ചിരിമറ്റത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തിനോട് ചേർന്ന് ഒരു ഉയരത്തിലേക്ക് പോകേണ്ടതുണ്ട് ആ ഭാഗത്തേക്ക്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു. വലിയ ചെളിയാണ്, നമ്മുടെ മുട്ടറ്റം അരയോളം വരുന്ന ചെളിയാണ്. അതിൽ പുതഞ്ഞു വേണം നമുക്ക് പോകാൻ. പക്ഷെ അത് പോകാൻ കഴിയുന്ന ചെളിയിൽ ഷഹീദ് പറയുന്ന കാര്യം ഇതാണ്, പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ മുട്ടൊപ്പം ചെളിയാണ്. ആ ചെളിയിലൂടെ നടന്നു വേണം ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്താൻ. അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഷഹീദ്, പക്ഷേ എന്നാലും ഒരുപക്ഷെ അവിടെ ആളുകൾ ഉണ്ടാകുമല്ലോ. ഇന്നലെയൊക്കെ പല ഭാഗത്തുനിന്ന് ഫോൺ കോളുകൾ ഒന്ന് വരൂ, ഇവിടെ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഹൃദയഭേദകമായ സന്ദേശങ്ങൾ, ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നത് നോക്കാനാവുന്നില്ല, ജീവനുണ്ടെന്നൊക്കെയുള്ള ഫോൺ കോളുകൾ വരുന്നത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ എത്താൻ ശ്രമിക്കുന്നുണ്ടോ രക്ഷാപ്രവർത്തകർ? തീർച്ചയായും എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ആ വഴികൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് അഗ്നിരക്ഷാ സേനയുടെയും മറ്റ് ഏജൻസി സേനാ സംവിധാനങ്ങളുടെ പ്രവർത്തകർ, ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ കേന്ദ്രങ്ങൾ എവിടെയാണ്, ആളുകൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യം. കാരണം പലയിടങ്ങളിലായി പല എസ്റ്റേറ്റുകൾ, പുഞ്ചിരിമറ്റം ഭാഗത്ത്, ഒപ്പം തന്നെ വനറാണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടേക്കൊന്ന് എത്തിച്ചേരാൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പലർക്കും അതിന്റെ ഏത് ഭാഗത്താണെന്ന് അറിയാത്ത സാഹചര്യമുണ്ട്. ഇനി അറിഞ്ഞാൽ തന്നെ അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമൊക്കെയുണ്ട്. പലരോടും നമ്മളോട് ഈ വിവരങ്ങൾ എവിടേക്കാണ് നിങ്ങൾക്കറിയുമോ എന്ന് നമ്മളോട് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ ദിശ മനസ്സിലാക്കി പോകാൻ തുനിഞ്ഞപ്പോഴാണ് വലിയ ചളി പ്രതിബന്ധമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവരൊക്കെ അവിടെ സുരക്ഷിതരാണെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അങ്ങനെ ഈ വലിയ ഒരു മലമ്പ്രദേശം പല മലകളായുണ്ട്. ഒരു മലയുടെ ഒരു ഭാഗത്ത് ഉരുൾപൊട്ടി, മറ്റൊരു ഭാഗത്തുനിന്ന് ഉരുൾപൊട്ടി അതിനോട് ചേർന്ന് അങ്ങനെ ഈ പ്രദേശത്തെ ആകെ ഉലച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദിശയും സ്ഥലവും ഭാഗവും ഒന്നും ഈ പ്രദേശത്തുകാർക്ക് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തു നിന്നെത്തിയ രക്ഷാപ്രവർത്തകർക്കും നമ്മൾ ഉൾപ്പെടെയുള്ളവർ പുറത്തു നിന്നെത്തിയ മാധ്യമപ്രവർത്തകർക്കും ഇതിന്റെ ദിശ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അത് ആ ദിശയിലേക്ക് പോകുന്നതിന് വലിയ തോതിലുള്ള തടസ്സം ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന പേരിടുന്നുണ്ട്. ചളിയും കല്ലും മണ്ണും നിറഞ്ഞ ചളിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് ഈ വീട് തകർത്ത് കോൺക്രീറ്റ് നടത്തുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്ക് തന്നെ നമുക്ക് മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇതിനോട് ചേർന്ന സ്ഥലമായിരുന്നു നമ്മൾ ഈ ആളുകളുണ്ട് എന്ന് പറഞ്ഞിരുന്ന പ്രദേശം ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ നിന്നും യാത്ര മുടങ്ങിയതിനെ തുടർന്ന് ഈ ഭാഗത്തേക്ക് മടങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കോൺക്രീറ്റിന്റെ സ്ലാബ് തകർത്ത് അത് ഉയർത്തി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. വടം കെട്ടി അത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അകത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിൽ 5 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 5 പേരുടെ ഉണ്ട്. അവരെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ്, മണിക്കൂറുകൾ പിന്നിട്ടൊരു ശ്രമമാണോ അത് ഇപ്പോഴും തുടരുക തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്.